അടുത്തും അകലെയുമായി ഈ മൈക്രോഫോണിന്റെ ശബ്ദപരിധിയുടെ ശ്രവണസീമയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ നാട്ടിലെ എല്ലാ നല്ലവരായ മാന്യ ശ്രോതാക്കൾക്കും അതുല്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ അഭിവാദനങ്ങൾ. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പെനിയേൽ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരി എന്ന സാമൂഹിക തിന്മയ്ക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഈ പ്രദേശത്ത് കടന്നു വന്ന് ഈ നാട്ടിലെ നല്ലവരായ ദേശനിവാസികളെ അഭിസംബോധന സംസാരിക്കുന്നത്. പ്രബുദ്ധ കേരളം എന്നാണ് നാം നമ്മുടെ നാടിനെ വിശേഷിപ്പിക്കുന്നത്. നവോത്ഥാന നായകന്മാർ അടിത്തറയിട്ട് ഈ സാമൂഹിക ഭൂമികയിൽ നാം വെട്ടിപ്പിടിച്ച നേട്ടങ്ങൾ ഒട്ടനവധിയാണ്. വിദ്യാഭ്യാസ രംഗത്ത്, മാനുഷിക ആരോഗ്യ രംഗത്ത് ഒക്കെ വികസന രാജ്യങ്ങൾക്ക് പോലും മാതൃകയാക്കാൻ കഴിയുന്ന ഒട്ടനവധി നേട്ടങ്ങൾ നാം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇത്രയും നേട്ടങ്ങളിൽ നാം അഭിമാനിക്കുമ്പോഴും നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ അതിപ്രസരവും അതിൻ്റെ ഉപയോഗവുമാണ്. നമ്മുടെ നാട്ടിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു എന്നത് ആശങ്കയോടെ കാണേണ്ട ഒരു വസ്തുതയാണ്. വൻകിട പട്ടണങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ലഹരിയുടെ ഉപയോഗവും വിപണനവും ഇന്ന് ഗ്രാമങ്ങളിലേക്ക്, കോളേജുകളിലേക്ക്, സ്കൂളുകളിലേക്ക് പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നത് വിസ്മരിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. എന്താണ് ലഹരി? ഒരു മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ കിടന്ന് അവന് ശാരീരികവും മാനസികവുമായി സ്വാധീനിക്കാൻ കഴിയുന്ന വസ്തുക്കളെയാണ് ലഹരി വസ്തുക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ലഹരി വസ്തുക്കൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്ന്. നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ലഹരി ഉൽപ്പന്നമാണ് മദ്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആളോഹരി അനുസരിച്ച് 3.5% മദ്യത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാട് നവരനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ 8.7% മദ്യത്തിന്റെ ഉപയോഗം എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മലയാളി കഴിക്കുന്ന ഭക്ഷണമായ അരി വാങ്ങാൻ ഉപയോഗിക്കുന്ന പണത്തിന്റെ 3 ഇരട്ടിയാണ് മലയാളി മദ്യം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. മദ്യം ഉപയോഗിച്ചു തുടങ്ങുന്നത് മനുഷ്യനെ അത് നിത്യനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ലഹരിയുടെ ഉപയോഗം വ്യക്തിബന്ധങ്ങൾ തകർക്കുന്നു. ലഹരിയുടെ ഉപയോഗം കുടുംബബന്ധങ്ങൾ തകർക്കുന്നു. എത്രയെത്രയോ തെളിവുകൾ നമ്മുടെ കൺമുൻപിലുണ്ട്. ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്ന വാർത്തകൾ പലതും അതിൽ പെട്ടവയല്ലേ. ഇന്ന് നമ്മുടെ സമൂഹം ലഹരിക്കടിമയായിപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ വേഗത്തിൽ എന്റെ സന്ദേശത്തിലേക്ക് വരികയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലഹരി ഉൽപ്പന്നം എന്ന് പറയുന്നത് പുകയില ഉൽപ്പന്നങ്ങളാണ്. വിവിധ തരത്തിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇന്ന് സുലഭമായിക്കൊണ്ടിരിക്കുന്നത്. 400-ലധികം രാസപദാർത്ഥങ്ങളാണ് പുകയില ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ 400-ലധികം രാസപദാർത്ഥങ്ങൾ. അതിൽ 69% രാസപദാർത്ഥങ്ങളും വിവിധമായ ക്യാൻസറുകൾ ഉണ്ടാക്കാൻ പര്യാപ്തമായതാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ, ശ്രദ്ധിക്കൂ. ഇന്ന് ആ ലഹരി ഉൽപ്പന്നങ്ങളിൽ മദ്യത്തെക്കാൾ ഉപരിയായി, പുകയില ഉൽപ്പന്നങ്ങളെക്കാൾ ഉപരിയായി ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് സിന്തറ്റിക് ലഹരിയുടെ വ്യാപനമാണ്, രാസലഹരിയുടെ ഉപയോഗമാണ്. ഇന്ന് നമ്മുടെ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും എന്ന് വേണ്ട ഇന്ന് രാസലഹരിക്ക് വരെ തലമുറകൾ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കേരള ഗവൺമെന്റിന്റെ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള
ഒരു സംവിധാനമാണ് വിമുക്തി എന്ന് പറയുന്നത്. അവരുടെ കണ്ടെത്തലനുസരിച്ച് ഏകദേശം 79% ആളുകളും ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത് അത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ നിന്നാണ്. 80% ആളുകളും ലഹരി ഉപയോഗിക്കുന്നത് കൂട്ടുകാരിൽ നിന്ന് കൊടുക്കുന്ന ലഹരി ഉപയോഗങ്ങളിൽ നിന്നാണ്. അല്പനേരത്തെ സന്തോഷത്തിനു വേണ്ടി ഉപയോഗിച്ചു തുടങ്ങുന്നത്, ലഹരി എന്താണെന്ന് അറിയാൻ വേണ്ടി ഉപയോഗിച്ചു തുടങ്ങുന്നത് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് നിത്യനാശത്തിലേക്കാണ്. നിങ്ങൾക്കറിയാമോ, നാം ഇവിടെ ഉപയോഗിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് മനസ്സോ കണ്ടിട്ടും ഇതിനെ അവഗണിച്ചുകൊണ്ടാണ് മനുഷ്യൻ ലഹരിയിലേക്ക് ചെന്നെത്തിപ്പെടുന്ന യുവതലമുറ അവൻ ഒരിക്കലും തിരികെ വരാൻ കഴിയാത്ത നിലയിലേക്ക് നിത്യനാശത്തിലേക്ക് ചെന്നെത്തിപ്പെടുവാൻ ഇടയായിത്തീരും. സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആ വിഷയത്തെ കുറിച്ച് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 14 മണിക്കൂർ അത് ശരീരത്തിൽ അതിന്റെ എഫക്റ്റീവ് ഉണ്ടാകുമെന്നാണ്. സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചു തുടങ്ങി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ നാഡീവ്യൂഹങ്ങൾ തകരുവാനിടയായിത്തീരും. മനുഷ്യൻ അസാധാരണമായ ഭയത്തിന് അടിമയായിത്തീരും. ആരെങ്കിലും തന്നെ ആക്രമിക്കുമോ എന്ന ഭയം അവനുണ്ടാവുകയാണ്. വിശപ്പില്ലായ്മ അവനുണ്ടാകും എന്ന് തുടങ്ങി ഒത്തിരി ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾക്ക് മനുഷ്യൻ വിധേയരായിത്തീരും. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാട്ടിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ പിറകിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ ഒട്ടനവധി കുറ്റകൃത്യങ്ങളിലേക്ക് ചെന്നെത്തപ്പെടുകയാണ്. നാട് നടുങ്ങുന്ന ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നില്ലേ? അതിന്റെ പിന്നിലെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലഹരിയുടെ ഉപയോഗമാണ് മനുഷ്യനെ കുറ്റകൃത്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയം വിവേകമില്ലാത്ത ഹൃദയമായി മാറുകയാണ്. മനുഷ്യൻ മൃഗത്തെക്കാൾ അധംപതിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം എത്തി നിൽക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്ന മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യതത്രേ. മനുഷ്യൻ മൃഗസമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ലഹരി വസ്തുക്കൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യനിൽ വാഴുന്ന പാപമാണ്. ലോകത്തിന്റെ ശാസ്ത്രത്തിന്റെ കുഴൽക്കണ്ണാടിക്ക് കണ്ടുപിടിക്കാത്ത സനാതന സത്യം വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, മനുഷ്യനിൽ വാഴുന്ന പാപമാണ്. ആ പാപത്തിന്റെ ആ പ്രവർത്തനമാണ് മനുഷ്യന്റെ കുറ്റകൃത്യങ്ങളിലേക്ക്, ദുഷ്പ്രവൃത്തികളിലേക്ക്, അധാർമികമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചഴക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലഹരി വസ്തുവിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം നൽകാൻ കഴിയുന്ന, പാപത്തിന്റെ പാശമഴിച്ച് നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു രക്ഷകനെ ഈ പരസ്യ സ്ഥലത്ത് ഞങ്ങൾ ഉയർത്തുന്നു. അവന്റെ പേരാണ് യേശു ക്രിസ്തു. മനുഷ്യനെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന, അവനെ രൂപാന്തരം വരുത്താൻ കഴിയുന്ന, അവന് സമാധാനം നൽകാൻ കഴിയുന്ന, ലഹരി എന്ന സാമൂഹിക തിന്മയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സന്ദേശം, അത് സുവിശേഷമാണ്. എന്താണ് സുവിശേഷം? ധന്യനായ പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം കാലഘട്ടത്തെ AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ അവതീർണനായ ലോകത്തിന്റെ ഏക രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മാനവജാതിക്ക് പാപമോചനം കൊടുക്കുവാൻ, മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുന്ന ഏക രക്ഷാമാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ മൈക്രോഫോണിന്റെ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത, പാപത്തിന്റെ വാശത്താൽ പിടിക്കപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണ് താങ്കളെങ്കിൽ, ലഹരി വസ്തുക്കളുടെ ഉപയോഗ നിമിത്തം ജീവിതത്തിൽ നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി നിനക്ക് സമാധാനം നൽകുന്ന, ലഹരി വസ്തുവെന്ന അടിമത്തത്തിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം തരാൻ കഴിയുന്ന, നിന്നെ സമൂഹത്തിന് നല്ല മാതൃകയുള്ള വ്യക്തിയാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകനെയുള്ളൂ. അവനാണ് ഇക്ഷതയിൽ വന്ന സച്ചിദാനന്ദനായ അക്ഷയനായ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന് നിന്റെ ഹൃദയം കൊടുക്കാൻ നീ തയ്യാറായാൽ, നീ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു സർവശക്തനാണ്. ലഹരി വസ്തുവിൽ നിന്ന് നിനക്ക് മോചനം തരാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ജീവിതത്തിൽ സമാധാനം നൽകുന്ന, ജീവിതത്തിൽ സന്തോഷം നൽകുന്ന